ഇന്ന് ഞാൻ ഒരു കോളർ, റൗണ്ട് കോളർ എങ്ങനെയാണ് എടുക്കുന്നത്. റൗണ്ട് കോളർ പലതരത്തിലുണ്ട്. അപ്പൊ ഇത് ആദ്യം ഫസ്റ്റ്, അതായത് റൗണ്ട് കോളർ ഫസ്റ്റ് ഞാൻ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ റൗണ്ട് കോളർ എടുക്കുന്നതെന്നാണ്. ഈ റൗണ്ട് കോളർ എടുക്കുമ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്ക് 1.5 ഇഞ്ച് ഉയർത്തിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ബാക്ക് 1.5 ഇഞ്ച് ഉയർത്തി. അപ്പൊ ഈ 1.5 ഇഞ്ച് ഉയർത്തുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ കോളർ വരുന്നത് നോക്കാം. പല രീതിയിൽ എടുക്കാം. ഇത് മെത്തേഡ് 1 ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ അളവ് പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇതിനൊരു മെഷർമെന്റ് വേണമല്ലോ. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നത് ഷോൾഡർ 15 ആണ്. 15 ഇഞ്ച് ഷോൾഡർ ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് നമ്മൾ റൗണ്ട് നെക്ക് എടുക്കുന്നത്. റൗണ്ട് നെക്ക് മീൻസ് റൗണ്ട് കോളർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡർ 15 ആണ്. അതിന്റെ നെക്ക്, അതായത് നെക്ക് റൗണ്ട് എന്ന് പറയുന്നത് 16 ആണ് കേട്ടോ. പിന്നെ ബാക്കി ചുരിദാറിന്റെ അളവുകളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഞാൻ ആദ്യം ഷോൾഡർ അടയാളപ്പെടുത്താൻ പോവാണ് കേട്ടോ. ഷോൾഡർ 15 ആണ്. അപ്പൊ നമ്മൾ ഫുൾ ഷോൾഡർ ആണ് എടുക്കുന്നത്. ഓക്കെ, ഫുൾ ഷോൾഡർ എന്ന് പറയുമ്പോൾ 15 ആണല്ലോ. അപ്പൊ 15ന്റെ പകുതിയാണല്ലോ നമ്മൾ വരയ്ക്കണത്. ഓക്കെ, അപ്പൊ നമുക്ക് 7.5 എടുക്കാം. 7.5 ഞാൻ ഇച്ചിരി താഴ്ത്തിയാണ് എടുക്കുന്നത്. എന്താ കാര്യം എന്നറിയാലോ, നമുക്ക് മുകളിലേക്ക് 1.5 ഇഞ്ച് ഉയർത്തി ഇതിൽ തന്നെ കാണിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഷോൾഡർ എടുത്തിട്ടു, ഫുൾ ഷോൾഡർ ആണ്. 7.5 ഷോൾഡർ എടുത്തിട്ടു. കൈക്കുഴി താഴ്ച, അതായത് ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നതും 7.5 തന്നെയാണ്. കോളർ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത് കേട്ടോ. കോളർ ചുരിദാറുകൾക്കെല്ലാം, ഹൈനെക്ക് ചുരിദാറുകൾക്കെല്ലാം നമ്മൾ ഫുൾ ഷോൾഡർ ആണ്. അത് തന്നെ കൈക്കുഴി താഴ്ച, ആം ഹോൾ ഡെപ്തും എടുക്കും. അപ്പൊ ഞാനിപ്പോ ഷോൾഡറും എടുത്തു, കൈക്കുഴി താഴ്ച എടുത്തു. ഓക്കെ, ഇപ്പൊ ഏത് അളവുകാർക്കും എങ്ങനെ ഏത് 15, 16 അങ്ങനെ ഏത് അളവുകാർക്കും നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം ഇനി ഇതിന്റെ അകലമാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഫുൾ ഷോൾഡർ എടുത്തു, കൈക്കുഴി താഴ്ച എടുത്തു. ഇനി അകലമാണ്, കഴുത്തകലം നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. നമ്മുടെ നെക്ക് റൗണ്ട് ഉണ്ടല്ലോ, നെക്ക് റൗണ്ടിന്റെ 5-1 കേട്ടോ, 5-1 അപ്പൊ നമുക്ക് 16ന്റെ 5-1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 3.1 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത്രയും ആകുമ്പോൾ ഈ ബാക്കിൽ നമ്മൾ ഉയർത്തിയെടുക്കുന്ന അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി വേണം എടുക്കാൻ കേട്ടോ. ഇപ്പൊ ചെസ്റ്റിന്റെ 12-1 എടുത്തു വെച്ചാൽ നമുക്ക് ചെസ്റ്റ് അളവ് 32 ആണ്. അതിന്റെ 12-1 കണ്ട് എടുത്താലും നമുക്ക് കറക്റ്റ് ആണ് മെഷർമെന്റ് എന്ന് പറയും. പക്ഷേ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് അങ്ങനെ ആണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ എടുക്കുന്ന അളവുകൾ, അതായത് ഓരോ കോളറിനനുസരിച്ച് നമ്മളുടെ മെഷർമെന്റിൽ വ്യത്യാസം വരുത്തണം. അപ്പൊ നമ്മളിപ്പോ നെക്ക് റൗണ്ടിന്റെ 5-1 എടുത്തത്. ഈ 5-1 കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയാണ് ഞാൻ കഴുത്തകലം എടുക്കുന്നത്. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നെക്ക് റൗണ്ടിന്റെ 5-1 എടുത്തു, അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയാണ് എടുക്കുന്നത്. ഇപ്പോൾ ചെസ്റ്റ്, ഇത് 32 ചെസ്റ്റ് ഉള്ള വ്യക്തിയുടെ ഒരളവാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ വണ്ണം കൂടുതലുള്ള ഒരാളാന്ന് വിചാരിക്കും, ഒരു 42 ഇഞ്ച് വണ്ണമാണ് ഉള്ളതെങ്കിൽ അയാളുടെ നെക്ക് റൗണ്ട് എന്ന് പറയുന്നത് 16 ആവാം, ചിലപ്പോൾ 17 ആവാം. അപ്പോ അയാൾക്കും 3.5 എടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഈ കഴുത്തിന്റെ നെക്ക് റൗണ്ടിന്റെ അളവനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. അപ്പൊ ഞാനിപ്പോ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 3.5 ഞാൻ എടുക്കുന്നത്. കഴുത്ത് അകലം എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ്. നെക്ക് റൗണ്ടിന്റെ 5-1 കണ്ടിട്ട് 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക കേട്ടോ. അതായത് ബാക്ക് നമ്മൾ ഉയർത്തുന്ന കൊണ്ടാണ്, ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത് അതാണ്, ബാക്ക് നമ്മൾ ഉയർത്തുന്നത് കൊണ്ടാണ് നമ്മൾ അത്രയും കൂട്ടിയെടുക്കുന്നത്. ഇത് ഒരു മോഡൽ മാത്രമാണ്, ഓരോ മോഡൽ പറയുമ്പോഴും വ്യത്യാസം വരും. അത് നമുക്ക് ഞാൻ പുറകെ പറഞ്ഞുതരാം. ഓക്കെ, ഇതിന്റെ നെക്ക് കഴുത്തിന്റെ ആ റൗണ്ട് നമുക്ക് എടുക്കാം. അതായത് കോളർ വരെ ഉള്ള ഇറക്കം എന്ന് പറയുന്നതും ഞാൻ 3.5 തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. 3.5 കഴുത്തകലം, 3.5 ഇറക്കം. ഇനി വന്നിട്ട് ഒരു വി പോലാണ്, അതായത് അപ്പൊ ഫുൾ ഇതിന്റെ ഇറക്കം വരുന്നത് 6.25 ഇഞ്ചാണ്. 6.25, 7 എടുക്കാം. നമ്മൾ എത്ര, നമുക്കിപ്പോ കോളറിന്റെ സാധാരണ ഇറക്കം ഫ്രണ്ട് നെക്ക് ലെങ്ത് എത്ര ആണോ അതിനെക്കാട്ടി ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാം നമുക്ക്. അപ്പൊ നമുക്ക് 7 എടുക്കാം കേട്ടോ. പിന്നെ ഈ വി എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ 1 ഇഞ്ചാണ് എടുക്കേണ്ടത് കേട്ടോ. 1 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വി കൊടുത്തു. ഇത് ഞാൻ വരച്ചിടുന്നു, വി കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ
കോളർ വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കോളർ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഈ ഫ്രഞ്ച് കർവ്, ഇതാണ് ഫ്രഞ്ച് കർവ് ആണ്, ഇതിന്റെ പേര് ഫ്രഞ്ച് കർവ് എന്നാണ്. ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചാൽ ആ കറക്റ്റ് കറക്റ്റ് ലെവലിൽ തന്നെ ഇരിക്കും. ഇതിന്റെ പേര് ഫ്രഞ്ച് കർവ് എന്നാണ്. ഓക്കെ, നമ്മൾ സ്റ്റിച്ചിങ് നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണിത്. പിന്നെ വരച്ച് പ്രാക്ടീസ് ഉള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ കഴുത്തകലം എടുത്തു, ഇറക്കമെടുത്തു, പിന്നെ നമ്മൾ വിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഏത് ഷേപ്പ് വേണേലും കൊടുക്കാം. ഞാനിത് വീനക്കാണ് കൊടുക്കുന്നത്, അത് വി വരച്ചു. ഇനി അടുത്തത് അപ്പൊ ഞാൻ ഫ്രണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതിന്റെ ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് ഞാൻ 1.5 എടുത്തു. ഷോൾഡർ സ്ലോപ്പ് എന്ന് പറയുന്നത് 1.5 അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നാം എന്തുകൊണ്ടാണ് 1.5 എടുത്തതെന്ന്. അത് ഞാൻ പറഞ്ഞു തരാം എന്താ കാര്യമെന്ന്. കാരണം നമ്മൾ ബാക്ക് എടുക്കുമ്പം പറഞ്ഞാൽ മതിയല്ലോ, അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഈ ഫ്രണ്ട് എടുത്ത് കഴിയട്ടെ. അപ്പോൾ ഷോൾഡർ സ്ലോപ്പ് 1.5 എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ മൊത്തം നമുക്ക് വരുന്ന 7.5 1.5 പോയിട്ട് ബാക്കി ഇവിടെ വരുന്നത് 6 6ന്റെ 3 എടുക്കുക. 3ൽ നിന്ന് ഇവിടെ 3/4 ഇഞ്ച്, ആ 3/4 ഇഞ്ചിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം കേട്ടോ. ഇതിപ്പോ ഈ 3/4 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ബാക്ക് ആർക്കും ഫ്രണ്ട് ആർക്കും എടുത്തു കഴിഞ്ഞാൽ ഈ 3/4 ഇഞ്ച് അളവ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കറക്റ്റ് രീതിയിൽ, അതായത് ഇങ്ങനെ 3/4 ഇഞ്ച് എടുത്ത് ഷേപ്പ് ചെയ്താൽ മതി. അപ്പൊ ഫ്രണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഫ്രണ്ടിന് ബാക്കി നമ്മളുടെ അളവുകൾ, ബാക്കി ചുരിദാറിന്റെ അളവുകളൊക്കെ നിങ്ങൾക്കറിയാം, അതുപോലെ നിങ്ങൾ വരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രണ്ട് എടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് ബാക്കാണ്. ബാക്ക് ഞാൻ ഇത് വെച്ചിട്ട് തന്നെയാണ് ബാക്ക് വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ബാക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് 1.5 ഇഞ്ച് ഉയർത്തിയാണ് വരയ്ക്കേണ്ടത്. 1.5 ഇഞ്ച് ഉയർത്തി വരയ്ക്കുക കേട്ടോ. 1.5 ഇഞ്ച് ഉയർത്തുമ്പോൾ കണ്ടോ, 1.5 ഇഞ്ച് ഉയർത്തിയിട്ട് നമുക്ക് ഇനി കഴുത്തകലം എടുക്കണം, കഴുത്തിറക്കം എടുക്കണം, ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ഇതിന്റെ അകലം എന്ന് പറയുന്നത് നമ്മൾ 3.5 തന്നെയാണ് എടുക്കുന്നത്. 3.5 എടുത്തു. ഓക്കെ, ഇനി കഴുത്തിറക്കം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ എടുക്കാം. 1/2 ഇഞ്ച് എടുക്കാം, 3/4 ഇഞ്ച് എടുക്കാം, 1.5 എടുക്കാം. അത് അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ പല വ്യത്യാസങ്ങളുണ്ട്. കാരണം ബാക്ക് ഉയർത്തിയെടുക്കുമ്പോൾ ചിലർക്ക് അത് നമ്മൾ ഇങ്ങനെ തയ്ച്ചു നോക്കുക. നിങ്ങൾ ഈ അളവിലൊക്കെ തയ്ച്ചു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോ 1 ഇഞ്ചാണ് എടുത്തേക്കണത്. എന്നിട്ട് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തേക്കണത് കണ്ടോ, ആ 1.5ലേക്ക് തന്നെ സ്ലോപ്പ് കൊടുത്തു. 1.5ലേക്ക് തന്നെയാണ് സ്ലോപ്പ് കൊടുത്തേക്കുന്നത്. അപ്പൊ ബാക്കി ഇനി നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്നപ്പോ കണ്ടോ, ഇങ്ങനെ വന്നു. അതായത് ഫ്രണ്ട് നമ്മൾ എടുത്തതിന് ശേഷം ബാക്ക് 1.5 ഇഞ്ച് ഉയർത്തി, കഴുത്തകല അത് തന്നെ എടുത്തു. ഇറക്കം എന്ന് പറയുന്നത് 1.5 എടുക്കാം, 1 എടുക്കാം, 1/2 എടുക്കാം, 3/4 എടുക്കാം. ഷോൾഡർ സ്ലോപ്പ് ആ 1.5യിൽ വന്ന് നിന്ന് നോക്കിയാൽ ഇതാണ്, ഈ 2 വരകളാണ് നമുക്ക് കറക്റ്റ്. അപ്പൊ 1.5 ഇഞ്ച് ഉയർത്തിയാണ് നമ്മൾ ബാക്ക് എടുത്തേക്കുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. ഏത് കോളർ തയ്ക്കുമ്പോഴും 1.5 ഇഞ്ച് ഉയർത്തിയാൽ ഭംഗിയാണ്. പക്ഷെ പല ടൈപ്പിലെ കോളറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇത് കോളർ നമ്പർ 1 ആണ്, റൗണ്ട് കോളർ നമ്പർ 1 ആണ്. ഈ റൗണ്ട് കോളർ ഇനിയും വരും പല മോഡലില്. അപ്പൊ നമുക്ക് ഇനി ഇത് എങ്ങനെയാണ്, അപ്പൊ ഇത് മനസ്സിലായി കാണുമല്ലോ, നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം സ്റ്റിഫേലാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുന്നതും കാണിക്കണമല്ലോ, അതായത് നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാവണം. ഇപ്പൊ ഞാൻ രണ്ടും കൂടെ ഒന്നിച്ച് വരച്ചിട്ടേക്കുന്നത് കാരണം കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതുകൊണ്ട് നമുക്കും അത് നോക്കാം. ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബാക്കാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. ബാക്ക് ആദ്യം കട്ട് ചെയ്തെടുത്തു. ബാക്ക് കട്ട് ചെയ്തു. ഇനി ഈ ബാക്ക് കട്ട് ചെയ്ത പീസ് അങ്ങ് മാറ്റുക. ബാക്ക് കട്ട് ചെയ്ത് ഈ പീസ് അങ്ങ് മാറ്റി കൊടുക്കുക. കണ്ടോ, ഒന്ന് വലിച്ചു മാറ്റിയാൽ മതി. മാറ്റിയിട്ട് ഫ്രണ്ട്. അപ്പൊ നമുക്ക് തുണി കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടും ബാക്ക് സെപ്പറേറ്റ് തന്നെ ഇട്ട് വെട്ടണം. ഇത് ഞാൻ ഒന്നിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലാതെ നമ്മൾ തുണി നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്.
അപ്പൊ നമുക്ക് ഈ റൗണ്ട് വെട്ടുമ്പോൾ ആദ്യം ഇങ്ങനെ റൗണ്ട് വെട്ടുക. കണ്ടോ, ഇത് ഫ്രണ്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ എടുക്കുമ്പോൾ ഫ്രണ്ടിന്റെ കൈക്കുഴി കുറവും ബാക്കിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നും. അത് തയ്ച്ചു വരുമ്പോൾ ശരിയാകും. അത് മാത്രമല്ല, ഇതിന്റെ സ്ലീവ് പിടിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സ്ലീവ് പിടിപ്പിക്കുന്നൊന്നും കാണിക്കില്ല. കാരണം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. സ്ലീവ് പിടിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ബാക്ക് നമ്മൾ ഇത് 1.5 ഉയർത്തി എടുക്കും, പല രീതിയിൽ എടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. എത്ര ഉയർത്തി നമ്മൾ എടുത്താലും ഈ സ്ലീവിന്റെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ, അതായത് ഇതിന്റെ ആം ഹോളിന്റെ അറ്റം വരുമല്ലോ, നമ്മുടെ വണ്ണം വരുന്ന ആ ഭാഗം രണ്ടും കൂടെ ഒരുപോലെ പിടിച്ചിട്ട് നമ്മൾ സെന്റർ കാണണം. നമ്മൾ ഈ സെന്റർ, അതായത് ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് സെന്റർ ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല ഇങ്ങനെ എടുക്കുമ്പോൾ, കേട്ടോ. അങ്ങനെ വെച്ച് നിങ്ങൾ തയ്ക്കാൻ പാടില്ല, അത് മിസ്റ്റേക്ക് ആണ്. മനസ്സിലായോ? അതായത് നമ്മളിപ്പോ ഇത് രണ്ടും കൂടെ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും വരുമ്പോൾ ഇങ്ങനെയല്ലേ സാധാരണ വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ട് ഇങ്ങനെ വരും, കേറി വരും. കണ്ടോ, കേറി വരുമ്പോൾ ഇത് രണ്ടും കൂടെ ലെവൽ പിടിക്കുക. ലെവൽ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് സെന്റർ കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ കൈവച്ചു പോകേണ്ടത്. നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കേട്ടോ. അതിന് മനസ്സിലാകില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. അപ്പൊ ഇതിങ്ങനാണ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ പറഞ്ഞു തന്നു, ഞാൻ അത് പറഞ്ഞു തന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നരുത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ വി ഞാൻ വെട്ടുന്നില്ല, സ്റ്റിഫേലാണ് വെട്ടുന്നത്. സ്റ്റിഫേൽ തയ്ച്ചതിന് ശേഷം നമുക്ക് കോളർ കട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി കോളർ എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്കിനി സ്റ്റിഫിൽ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാനിങ്ങനെ ചെറിയൊരു പീസാണ് എടുത്തേക്കുന്നത്. അതായത് ഫോൾഡ് ചെയ്തതായിരിക്കണം, കേട്ടോ. ഇവിടെ ഫോൾഡ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ അളവുകൾ എടുക്കുമ്പോൾ ഇതിന് നമ്മൾ ഈ കോളർ എടുക്കുന്നതിന്, അതായത് അളവ് എടുക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്, കേട്ടോ. ഇവിടുന്ന് 1.5 ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ 6 ഇഞ്ച് ഇറക്കം എടുക്കുക, അതും മാർക്ക് ചെയ്യുക. ഈ 6 ഇഞ്ച് എന്താ അളവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏത് കോളർ എടുക്കാനും നമുക്ക് ഇങ്ങനെ ഇതുപോലെ 6 ഇഞ്ച് എടുത്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ വരയ്ക്കുന്നതിലുള്ള വ്യത്യാസമാണ്, കേട്ടോ. അതിലാണ് വ്യത്യാസം. അതായത് സാധാരണഗതിയിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ എടുത്തിട്ട് അതിന്റെ ഇറക്കം എത്ര ഉണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഈ അളവ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങനല്ല, എല്ലാത്തിനും ഞാൻ ഇങ്ങനെ 6 എടുക്കുക. അത് കറക്റ്റായിട്ട് വരും, കേട്ടോ. ആ മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ 6 എടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കഴുത്തകലം എടുത്തത് 3.5 ഇഞ്ചാണ്. അതിന്റെ കൂടെ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂടെ കൂട്ടി കൊടുക്കുക. 4 എടുക്കുക, 4.5 എടുക്കുക. അത് നമ്മളുടെ ഇഷ്ടം പോലെ എടുത്തു. ഇവിടെ അതുപോലെ തന്നെ വരച്ചു കൊടുക്കുക. 4.5 വരച്ചു. ഓക്കെ, അതിനുശേഷം ഇവിടെ നിന്ന് നേരെ താഴേക്ക് വന്ന് എന്നിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ 6 എടുത്തത്, 3 ഇഞ്ച്. ഇപ്പൊ ഈ കോളർ ഇങ്ങനെ വൈഡായിട്ടുള്ള കോളറൊക്കെ ഉണ്ട്, ഇങ്ങനെ മലർന്നു വരുന്ന ടൈപ്പ് കോളർ. അതൊക്കെ എടുക്കുമ്പോൾ നമ്മൾ 3.5 എടുത്ത് ഇവിടുന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് പോകും. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത്, അതായത് നമ്മൾ ഇങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് എടുത്തു, ഇത് 3 ഇഞ്ച് എടുത്തു. ഇവിടെ നിന്ന് നമുക്ക് 4 ഇഞ്ച് കൊടുക്കാം, കേട്ടോ. 4 ഇഞ്ച് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രഞ്ച് കർവ് എടുത്ത് വരയ്ക്കാം. അതല്ല, ഫ്രഞ്ച് കർവ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വേണമല്ലോ, നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. എനിക്ക് ഫ്രഞ്ച് കർവിന്റെ ആവശ്യമില്ല, പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കേട്ടോ, ഇങ്ങനെ എടുത്തത്. ഇങ്ങനെ വരച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വന്നേക്കണ കണ്ടോ, 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് വന്നിട്ടുണ്ട്. ചില കോളറുകൾ നമുക്ക് കയറ്റി എടുക്കേണ്ടി വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ആ ലെവലിൽ വേണം എടുക്കാൻ. അതിപ്പോൾ നമുക്ക് 3 എന്നുള്ളത് ഇവിടെ 3.5 ആവും. പിന്നെ ചിലത് ഇറക്കി എടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഇറക്കി, അത് ഓരോ കഴുത്തിന്റെ അനുസരിച്ച്, കോളറിന്റെ അനുസരിച്ച് എല്ലാത്തിനും വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ എടുത്ത കോളർ ഇവിടുന്ന് 4 ഇഞ്ച് എടുത്തു, 3 ഇഞ്ച് എടുത്തു, ഞാൻ ഷേപ്പ് ചെയ്തു. ഇതിങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് കോളറിന്റെ മുകൾ വശമാണ് വരുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന്, ഞാൻ 3/4 ഇഞ്ചാണ് എടുക്കുന്നത്, 3/4 ഇഞ്ച് വെച്ച് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കുക. 3/4 ഇഞ്ച്
ഞാൻ ഈ വര ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനി നമുക്ക് കോളറിന് എത്ര ചുറ്റളവ് എന്ന് നോക്കണം, എന്നിട്ടല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ കോളർ വന്നിരിക്കുന്നത്. അപ്പൊ ചുറ്റളവ് നോക്കാൻ വേണ്ടി ഇത് ഫോൾഡ് ചെയ്ത് കിടക്കുകയാണല്ലോ, ഇവിടാണ് നമ്മൾ പിടിപ്പിക്കേണ്ടത്. അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ട് എളുപ്പ മാർഗമാണ്, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ നോക്കിയാലും മതി. ഓക്കെ, കണ്ട കണ്ടോ ഈ അളവ്. അതല്ല നിങ്ങൾക്ക് ചുറ്റളവ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റളവ് തന്നെ എടുക്കാം. ഇവിടെ നിന്ന് ഞാനിങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഇതിന്റെ ചുറ്റളവ് നമുക്ക് എത്ര കിട്ടുന്നത് നോക്കി, 8.25 വരുന്നുണ്ട്. കണ്ടോ 8.25. പിന്നെ അതും സംശയമാണ്, നമുക്ക് നിവർത്തിയിട്ട് അളന്ന് നോക്കാം അതിൽ കൂടുതൽ വരുന്നുണ്ടോ. ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ചില മിസ്റ്റേക്കുകൾ വരും. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ അങ്ങനെയും നോക്കാം. നമുക്ക് നോക്കാമല്ലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ. കറക്റ്റ് 16.5 വരുന്നുണ്ട്. കണ്ടോ 16.5 ഒരു പോയിന്റും വരുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്യുക. കണ്ടോ ഷേപ്പ് ചെയ്ത കണ്ടോ, വളരെ സിമ്പിളാണ്. ഇങ്ങനെ ചുമ്മാതൊരു ഷേപ്പ്, ഒരു 1/4 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ ഒരു ഷേപ്പ് കൊടുത്ത, 1/4 ഇഞ്ചാണ് നല്ല, 1/2 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ അത് കൂടിപ്പോവും. അപ്പൊ നമുക്ക് കോളർ റെഡിയായി. ഫോൾഡ് ആണെന്നുള്ളത് ഓർമ്മ വേണം. ഫോൾഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് താഴേക്ക് 6 വരച്ചു, ഇവിടേക്ക് നമ്മൾ 4 4.5 എടുത്ത് ഇവിടുന്ന് 1/4 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, കണ്ടല്ല. അപ്പൊ നിങ്ങൾ ഓർക്കും ഇതെന്താണ് വരയുടെ പുറത്ത് വന്നത്. വരയുടെ ഉള്ളിൽ വരുന്നത് മോൾ വശവും താഴെ വരുന്നത് നമുക്ക് താഴെ നമ്മുടെ ഡ്രസ് ബോഡിയുമായിട്ട് ജോയിൻ ചെയ്യേണ്ടതുമാണ് കേട്ടോ. കണ്ടോ നമ്മുടെ കോളർ റെഡിയായി. ഇനി ഇത് അയൺ ചെയ്ത് പിടിപ്പിക്കുക. നമ്മൾ ഈ കോളർ എടുക്കുന്ന ഈ മെത്തേഡ് കറക്റ്റ് മെത്തേഡാണ്, നമുക്ക് കറക്റ്റ് രീതിയിൽ അത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് അയൺ ചെയ്ത് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്.